അത് വെട്ടി കളയാനേ പറ്റുള്ളൂ. പിന്നെ ആരെങ്കിലും വിളിക്കണം, കിണറിൻ്റെ ഉള്ളിൽ ഇറങ്ങണം, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ റെഡിയാക്കി കിട്ടും. മമ്മി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് 10,000 രൂപയ്ക്ക് കശുവണ്ടി തോട്ടം കൊടുത്തു. 10,000 രൂപയാണോ 2,000 രൂപ 1000 രൂപ അങ്ങനെ. അപ്പൊ കൈസ് നമ്മള് പുതിയ ഹെൽപ്പർ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ലോലൻ ഒന്നാമത് ദിവസം ഈ കിണർ പോയി ഇതാണ്ട് ഈ വിള്ളലൊക്കെ വീണ്. ഇത് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലേക്ക് ഇടിഞ്ഞു വീഴും. പക്ഷെ ഇത് താഴ്ചയുണ്ടല്ലോ. ഫുഡ് വാൽവ് പോയിട്ടാണോ? കുറെ നാളുകളായല്ല. ഓ ഇതില് എയർ കൊമ്മളവൻ്റെക്ക് വെള്ളം റെഡിയാക്കിട്ട് റോയലാണ് റെഡിയാക്കിയത്. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കറ ഒരു സൈഡിൽ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ആവത്. അത് അങ്ങനെ തിരിച്ചിട്ട് വലിക്ക് പയ്യെ പയ്യെ. കണ്ട ബോധമുള്ളൊരു ഉണ്ടയില്ല. മോട്ടോർ ഓപ്പറേറ്റർ നല്ല ഓപ്പറേറ്ററാ. ഈ മോട്ടർ അടിക്കാൻ പറഞ്ഞാൽ ആ മോട്ടർ അടിക്കും, ആ മോട്ടർ അടിക്കാൻ പറഞ്ഞാൽ ഈ മോട്ടർ അടിക്കും. അപ്പൊ ഗൈസ് നമുക്കിത് ഒരു സിനിമ നടി വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയില്. അപ്പുറം എന്തിനാ ചെയ്യാൻ പോണേ? നമ്മ കിണറിലത്തെ വെള്ളം കിട്ടണില്ല ഗൈസ്. അത് മോട്ടറിന്റെ ഉള്ളിൽ വെള്ളം നമ്മ പാസ് ചെയ്യണം. ആ സാധനം ജസ്റ്റ് ഒന്ന് അതിന്റെ പൈപ്പ് പൊന്തിക്കുക, അതിന്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് ഇട്ട് വെക്കാം. അത് എന്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ വേനലല്ലേ, അപ്പൊ വെള്ളം കിണറ്റിലെ വെള്ളം താഴ്ന്നു കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ എയർ കയറി. നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ വെള്ളം കയറി എയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടിച്ചിട്ട് വെള്ളം കയറണില്ല. പിന്നെ കിണറിന്റെ ചുറ്റിനും കാട്. നമ്മള് ഒരു പ്രാവശ്യം അത് വെട്ടിയത് ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ സാധനം കടടക്കം കളയാത്തോണ്ട് കടടക്കം കളയാൻ ഭയങ്കര പണിയാവുന്നു. അത് ഭയങ്കര പഴയ കിണറാ. അപ്പൊ അത് വെട്ടി കളയാനേ പറ്റുള്ളൂ. പിന്നെ ആരെങ്കിലും വിളിക്കണം, കിണറിന്റെ ഉള്ളിൽ ഇറങ്ങണം, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ റെഡിയാക്കി കിട്ടും. ബ്രഹ്മയുഗത്തിലത്തെ മട പോലെയാണ് കിണറിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിലത്തെ മറ്റേ ഇതുപോലെയാണ് കിണറിരിക്കണേ. ആർട്ട് വർക്ക് ചെയ്ത പോലെ. അതായത് മുകളിൽ നിൽക്കണേ ആരത്? ഞാനാ? വേമ്പ ഇട്ടത് കൊറേ നേരം ആയില്ല. അത് കുഴപ്പമില്ല പോലെ. വീടിന് വേണ്ടി ആയതുകൊണ്ട് നമ്മളൊക്കെ അധ്വാനിക്കുന്ന കൂട്ടത്തിൽ പെട്ടത്. എല്ലാ ജോലിയും സിമ്പിൾ ആയിട്ട് കാണാം. നമ്മളെല്ലാ ജോലിയും സിമ്പിൾ ആയിട്ട് കാണാം. ഭയങ്കര ബുദ്ധിപ്പ് എത്ര ഉണ്ട് ഇത് പറ്റോന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട്. ഏറ്റവും വലിയ നമുക്ക് പ്രശ്നമല്ലേ. അപ്പൊ ഗൈസ് മമ്മി വന്നിട്ടുണ്ട്. മമ്മി വന്നപ്പോ ഭയങ്കര പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഇങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ ആക്റ്റീവാണ്. വീഡിയോ എടുക്കണെന്ന് പറഞ്ഞപ്പോ മമ്മി പണി അങ്ങോട്ട് കൂട്ടി കാണിക്കാണ്. പിന്നെ ഞാൻ എന്തോരം പണിയെടുക്കും. 4 ദിവസമായിട്ട് അമ്മൂസിന്റെ വീട്ടിലായിരുന്നു. വീട്ടിലെ പണികളെല്ലാം ഞാനല്ല എടുത്തേ. അത് കാരണം മമ്മിക്ക് തീരെ വയ്യാണ്ടായി മക്കളെ. മമ്മിക്ക് വയ്യ, നമ്മുടെ കയ്യൊക്കെ പോയിന്ന് പറയണ പണിയെടുത്ത്. നടുഒടിഞ്ഞു മമ്മിയുടെ പണിയെടുത്ത്. നടി ഒടിഞ്ഞല്ല, ഈ റോയലിനൊരു ഈ ഇതിലേ അല്ല പെണ്ണിട്ടിട്ട് എന്തിനാ എന്റെ പൊന്നേ വേണ്ട. റോയലിനുണ്ടല്ലടാ ഒരു വീഡിയോയില് വന്നല്ലോ വനമാല എന്ന് പറയണ, ഇവനെ വനമാലയാണ്. റോയൽ വന്നാലാണ് നമ്മുടെ വീഡിയോ ഉഷാറാവുള്ളൂ അല്ലേ മീ? വെട്ട് അതിന്റെ ഉള്ളിൽ ഇനി വെള്ളം നിറച്ച് ഇതൊക്കെ ആക്കണം. മോട്ടർ വെള്ളം എടുത്തിട്ട് കുളിക്കില്ലേട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാ. കുളിക്കണോ? എന്തോ നിർബന്ധമില്ലെന്ന് അടുത്ത ടീം വന്നിട്ടുണ്ട്. നിർബന്ധമില്ലെന്ന് അമ്മൂറിയോട് കുളിക്കണോന്ന് ചോദിച്ചപ്പോ നമ്മുടെ പറമ്പല്ലത്. അതുകൊണ്ടാണ് നമ്മള് ഇതൊക്കെ വെട്ടാനായിട്ട് ഇത്ര ഇൻട്രസ്റ്റ് എടുക്കാത്തല്ല പോലെ. അല്ലെങ്കിൽ ഇപ്പൊ മറച്ചാന നമ്മുടെ പറമ്പാണെങ്കിൽ ഇപ്പൊ മറച്ചാന. നമ്മുടെ പറമ്പായിരുന്നു. കാരണന്മാരുള്ളപ്പോ ഇതൊക്കെ നമ്മുടെ പറമ്പായിരുന്നു. പക്ഷെ ഇത് കൊടുത്തു. ഒരു കുപ്പി കള്ളിനെ വെച്ചത് എന്റെ അപ്പാപ്പ. എന്റെ കയ്യിലങ്ങനെ ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെ വെട്ടിയാരെ. അയ്യോ അപ്പം കേക്കണ്ട. അപ്പം പോയി. അങ്ങനെ പോയതൊന്നല്ല. ഇത് ഭാഗം വെച്ചപ്പോ ഭാഗം വെച്ചപ്പോ നമുക്ക് 6 സെന്റ്, ധനിയൻ 6 സെന്റ്. അത് ഇവിടെ കള്ളിനല്ല എന്റെ. അത് എനിക്ക് ഓർമ്മയില്ല. ഇവൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലും
ഭയങ്കര കഴിവായിരുന്നു. പക്ഷേ തുണി നിലത്ത് വീണു. പക്ഷേ അത് പോയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്ക് ഒരു അസുഖമാണ്. ഞാൻ പറയുന്നില്ല, തുണി ഒന്ന് സെൻസൈഡ് വീണു. തുണി തണുപ്പുണിയാണ്. മമ്മി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് 10,000 രൂപയ്ക്ക് കശുവണ്ടി തോട്ടം കൊടുത്തു. 10,000 രൂപയാണോ 2,000 രൂപ 1000 രൂപ അങ്ങനെ അത്രയും വില കുറവിന് പറമ്പ്. വില കുറവിന് അന്നാളില് വർഷങ്ങൾ എത്രയായിരുന്നു? 1820 അപ്പൊക്കെ പവന് 750 ഉള്ളൂ. 700. എന്റെ അമ്മയുടെ കല്യാണത്തിന് 30 രൂപയുള്ളൊരു പവന് 30 രൂപ. ഒരു 10, 40, 50, 70, 90. അതെന്ന് പറയുന്നത് കാശിന് മൂല്യമുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറയാ. മമ്മി ഇപ്പൊ ഒരു വെള്ളി വാങ്ങിച്ചു വെച്ചോ, ഒരു 5-6 കിലോ. അപ്പൊ ഒരു 10-500 കൊല്ലം കഴിയുമ്പോഴേനും വെള്ളി നല്ല കാശാവും. വെള്ളം ആകെ വെള്ളം ഓസ് പൊങ്ങി, ഫുഡ് വാൽവ് പൊങ്ങി കിടക്കണാവോ? അതാണ് വെള്ളം മൊത്തത്തില് പോയി മീ കിണറ്റിലേക്ക് മറിഞ്ഞു വീണോട്ടാ. ആടാ ഫുഡ് വാൽവ് ഇറക്കണം. അതിനകത്ത് കയറ് വെച്ച് കെട്ടേണ്ടി വരും മോനെ. കയറ് വല്ലതും കിടക്കണ്ട. അപ്പൊ കൈസ് നമ്മള് പുതിയ ഹെൽപ്പർ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ലോലൻ റോളക്സിന് നമ്മൾ ഇറക്കിയിട്ടുണ്ട് പറമ്പിലേക്ക്. ഈ പറമ്പില് മതിൽക്കെട്ട് ഇങ്ങനെ ഫുള്ള് മതിൽക്കെട്ടാണ്. അപ്പൊ റോളക്സിന് ഇറക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ റോളക്സിന് ഇറക്കി കഴിഞ്ഞാൽ പണിയാവും അല്ലേ മീ? അപ്പൊ മക്കളെ, മമ്മി അമ്പ് പെരുന്നാളിന്റെ വീഡിയോ ഇട്ടതില് ഒരുപാട് പേര്, ഒരുപാടെന്ന് വെച്ചാൽ പ്രവാസികളാണ്. അത് നമ്മുടെ ഇവിടെ ഉള്ളവരാണെന്ന് പറയുന്നത്. പക്ഷെ മമ്മിക്ക് മനസ്സിലായിട്ടില്ല, പറഞ്ഞു വന്നറിയായിരിക്കും. കാടുകുറ്റിക്കാര്, അബുദാബിയിലുള്ള കാടുകുറ്റിക്കാര് പ്രവാസികൾ എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് വലിയൊരു ഹായ്. ആരാണെങ്കിലും അവരുടെ പേരും വീട്ടുപേരും ഒക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ, അഡ്രസ്സും. അപ്പൊ ഞങ്ങൾ വീട്ടിൽ ചെന്ന് വ്ളോഗ് എടുത്തിടാം, നിങ്ങളുടെ വീട്ടിൽ പോയി ഞങ്ങൾ വ്ളോഗ് എടുത്തിടാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് വീട്ടുകാരെ കാണാലോ അന്ന് പറഞ്ഞോളൂ. അപ്പൊ മമ്മിനോട് പറഞ്ഞോളൂ, അബുദാബിയിലത്തെ പ്രവാസികളുടെ വീട് ഇവിടെ എവിടെയെന്ന് ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ആരാണ് പുതിയ സ്കീം അവതരിപ്പിക്കുക. അതായത് പ്രവാസികൾക്കൊക്കെ വീട്ടുകാരെ കാണണമെങ്കിൽ ഞങ്ങൾ അഡ്രസ് തന്നാ പോയി വ്ളോഗ് എടുത്തിടാം. അതന്നെ തുച്ഛമായ തുക 5 ലക്ഷം രൂപ പ്രൊമോഷൻ. ഇല്ലാട്ട മക്കളെ, മമ്മി തമാശ പറഞ്ഞതാണ്. കാടുകുറ്റിയിലുള്ള പ്രവാസി ആരാണെന്ന് വെച്ചാ ചൊറീണ് മോനെ. പ്രവാസികൾ ആരാണെന്ന് വെച്ചാ പറഞ്ഞോളൂ, പേരും വീട്ടുപേരും ഒന്ന് ഇട്ടാ മതി. അപ്പൊ മമ്മി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി വ്ളോഗ് എടുത്തിട്ട് അപ്പൊ നിങ്ങൾക്ക് വീട് കാണാലോ. വീടും ആ പരിസരവും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി എടുത്തിടാം. നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കാണ്ടിരിക്കൂലല്ലോ. അപ്പൊ മക്കളെ, ഇതേ അമ്മുന്റെ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു. മമ്മിയുടെ പേരിലും താങ്ക് യു. വളരെ പ്രവാസികളുടെ ഇതൊക്കെ മമ്മിക്ക് അറിയാം, എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് പോയിട്ടല്ല പറഞ്ഞു കേട്ടെ, പോയിട്ടല്ല, പ്രവാസികൾ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ എല്ലാ കാടുകുറ്റിക്കാരും അല്ലാത്ത പ്രവാസികൾക്കും ഹായ്. ആകെ ഒരാളെ കണ്ടിട്ടുള്ളൂ പ്രവാസികൾ. ആര് കണ്ടോയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. അപ്പൊ നമ്മള് കിണറിലേക്ക് ഇങ്ങനെ നോക്കിയാണ്, മൊബൈൽ വെള്ളത്തിൽ പോണ്ടിരുന്ന കിണർ. പക്ഷെ ഇത് ഞങ്ങൾ പഴക്കമുള്ള, നിങ്ങൾ കണ്ടോ ഇങ്ങനത്തെ കിണറുകൾ കണ്ടോന്ന് അറിയില്ല, ഭയങ്കര പഴക്കമുള്ള കിണറാണത്. വളരെ പഴക്കം എന്ന് വെച്ചാൽ വളരെ പഴക്കമുള്ളതാണ്. അതന്നെ. പക്ഷെ അത് മാറ്റി ഇത് മൂടാൻ പോയാണ്. അവരവിടെ കുത്തിയിട്ടുണ്ട്. ഈ കിണർ മൂടാൻ പോവാണ്. ഇതിന്റെ ഓണറുകൾ അവിടെ കിണർ കുത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മൂടിയിട്ട് വേണം അവർക്ക് ഇവിടെ ഈ പറമ്പിൽ വീട് വെക്കാനാണ്. അങ്ങനെ എന്താ പരിപാടി. അപ്പൊ കഴിച്ച് റോളക്സ് കടലിലെ മേലെ പോവണത്, മരുഭൂമി കൂടി നടക്കണ പോലെ റോളക്സ് പോവണം, മരുഭൂമി കൂടി പോണ പോലെ. റോളക്സാ റോളോ ബാബാ. അപ്പൊ ഈ സംഭവം സാധനം വെട്ടി കഴിഞ്ഞു. ഇനി വെട്ടി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് അത്ര വലിയ ക്ലീൻ ഒന്നും ആയിട്ടില്ല. അത് ഇങ്ങനെ വെട്ടാനേ പറ്റുള്ളൂ. കാരണം ഇതിന്റെ ഇതുണ്ട, ഈ സൈഡിലേക്കാണ് ഇതിന്റെ പേര് ഇതുണ്ട, മരം പോലെ. അതന്നെ, മരം പോലെ. അതിന്റെ ഉള്ളില് ഇറങ്ങി പണി ചെയ്യണവരോ അങ്ങനെയൊക്കെ വിളിച്ച് ചെയ്യിക്കേണ്ടി വരും. ഇപ്പൊ നമ്മളെ കൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ചെയ്തു. നമ്മളാണ് ഇത് ഉണ്ടാക്കിയാനേ. നീ ഒന്നാമത്തെ ദിവസം ഈ കിണർ പോയി ഇതാണ്ട്, ഈ വിള്ളലൊക്കെ വീണ്. ഇത് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. മമ്മി അടുത്ത കൈക്ക് പണി ഉണ്ടാക്കാൻ പരിപാടികൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് റെക്കോർഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കരയും കിടന്നു. ശരിയാണ്, കൈ പോയിട്ടാ, ഞാൻ ഓർത്തില്ല. ഒന്നൊന്നല്ല പക്ഷെ ഇത് താഴ്ച ഉണ്ടല്ലോ.
ഫുഡ് വാൽവ് പോയിട്ടാണ് കൊറേ നാളുകളായല്ല. ഈ സാധനത്തിൽ വെള്ളം നിറയ്ക്കണല്ലേ? പക്ഷെ ഇത് വാഷർ പോയേക്കടാ. വാഷർ പോയെന്ന് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. ഇന്ന് ഞായറാഴ്ച കട തുറന്നത് നോക്കട്ടെ. തുറന്നറ അത് വിടല്ല കേട്ടോ. അതൊന്ന് പിടിച്ചാൽ മമ്മി. പൈപ്പ് മേടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി. ആ വാഷർ കംപ്ലൈന്റ് ആയി. തുരുമ്പുണ്ടോ ഇഷ്ടംപോലെ? തുരുമ്പല്ല, അത് ചെളിയാണ്. ഒന്ന് കഴുകി കഴിഞ്ഞാൽ റെഡിയാവും. ചെളി ഊരി കളഞ്ഞിട്ട് അല്ല ചെളി അടർത്തി. ചെളിയല്ലടാ, അത് പോണതല്ല. അപ്പൊ ഗൈസ് ഞങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കട്ടെ വെള്ളമൊക്കെ ഒഴിച്ചാലടാ. ഓണാക്കിട്ട് വെള്ളം വരികയാണെങ്കിൽ പറയാം. അല്ല നീ നിങ്ങൾ എല്ലാവരും ഓരോ സബ്സ്ക്രൈബും ലൈക്കും കൊടുക്കും. ബക്കറ്റ് വേണ്ട, പിന്നെ പൈപ്പ് ഇട്ടത്. അപ്പൊ ഗൈസ് നമ്മള് പൈപ്പില് വെള്ളം, വേറൊരു പൈപ്പില് വെള്ളം ഓണാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വെച്ച് വെള്ളം നിറയ്ക്കണം. നിറഞ്ഞു അത് കുറച്ചുകൂടി അങ്ങനെ പൊക്കിട്ട് ഒന്നുകൂടി വെക്കടാ. നിക്കടാ, ഒന്ന് പൊക്കിയേ നോയിലെ. അപ്പൊ മമ്മി ഇത് ഓഫാക്കണ്ട. പൊക്കിയടാ. അപ്പൊ മമ്മി ഇത് എടാ പൊക്കിയേ. കിണറ്റിൽ വെള്ളം പോണേ, ടാങ്കിലെ വെള്ളം പോണേ, ഞാൻ അടിച്ച് കയറ്റണം. പോലാണോ കിണറ്റിന്റെ ഉള്ളിൽ നിന്ന്? എന്റെ പൊന്നമ്മ അത് കുടുങ്ങിയൊന്നും കിടക്കണ്ടല്ലാന്ന് തോന്നുന്നുണ്ട്. അത് കുടുങ്ങിയേക്കണമെന്നല്ല മമ്മി, അത് വിട്. റെഡിയാവും. വെള്ളം നിറച്ചടാ. ഒന്നുകൂടി നിറഞ്ഞാ? നിറഞ്ഞണ്ടാ? നിറയട്ടെ. നിറഞ്ഞു. ഓഫ് ചെയ്തോ? ഇച്ചിരി ആവണ്ടേ? ഒന്നുകൂടി ആവട്ടെ. എന്നിട്ട് വേഗം നിങ്ങ തന്നെ ഇടണോട്ടെ മോനെ. മമ്മി ഇട്ടാ പറ്റില്ല. മമ്മി തന്നെ ഇട്ടാ പറ്റില്ല മക്കള്. ഓഫ് ചെയ്തോ. എന്നിട്ട് വേഗം ഇട്. ഫുഡ് വാൽവ് അടിച്ചിട്ട് അടച്ചു നോക്കി. അത് നിവർന്ന് കിടക്കട്ടെ. അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കണ സാധനം. എന്റെ പൊന്നമ്മ ടെൻഷൻ അടിക്കല്ല. ഇത് പോയി. എന്ത് പോയി? അത് അങ്ങനെ ഇരിക്കുള്ളൂ. അതെ ഏത് സൈഡ് ഇടണേന്നൊക്കെ അറിയോ? സൈഡല്ലേ? പിന്നെ അത് കറക്റ്റ് സൈഡ് ഇട്ടില്ല ഞാൻ അടയൂട്ടോ. വാൽവ് വർക്ക് ചെയ്യില്ല. എടാ ഇതാണ് ഇടണേ. എന്റെ പൊന്നൊന്നും നോക്കിയാടാ. എനിക്കറിയാൻ പാടില്ല. അത് ശരി. അപ്പൊ നിങ്ങ നോക്കിയില്ലേ? അതേ പുല്ലും വെള്ളാക്കി ഇരിക്കണം. അതൊക്കെ എടുത്ത് കളടാ. തട്ടിക്കളഞ്ഞ പൂന്നത് എടുത്തെന്നില്ല. പിന്നെ എടാ അത് ഏത് സൈഡാന്ന്? എന്റെ പൊന്നു മമ്മി ഞാനല്ല വെച്ച് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവനറിയാം ഞാൻ ചേട്ടാ. മമ്മി ടെൻഷൻ അടിപ്പിക്കില്ല ചെക്കനാ. അറിയില്ല. നമ്മൾ ഇന്നും കാണാൻ പരിപാടി നല്ലത്. നീ ഇതിന്റെ ഓർക്കാൻ നിനക്ക് ഇവന് ഒന്നുകൂടി മുറുക്ക് നല്ലപോലെ മുറുകട്ടെ. അത് മനുഷ്യനെ തട്ടി. അപ്പൊ ഇനി ഇത് കിണറ്റിലേക്ക് ഇറങ്ങണല്ലോ. വേഗോട്ടെ വേഗം ഇറങ്ങണോട്ടാ. വെള്ളം പോരുന്നിട്ടോ. ടപ്പേന്നിട്. എന്നിട്ട് കണ്ടായ കിണറിടിഞ്ഞു. എടാ അങ്ങനെ ഇറക്കണത് വെള്ളം പോയി തോന്നുന്നുണ്ട്. മുക്കാ ഭാഗം മുങ്ങി കിടക്കണ്ട. പിന്നെ മുങ്ങാണ്ട് അതൊക്കെ മുങ്ങി. ഇപ്പൊ മലമ്പാമ്പ് എത്ര പൈപ്പ് എടുക്കണേ? രണ്ടെണ്ണം അടിക്കണ്ട, വലുത് മാത്രം. അതിവിടെ വന്ന് നോക്കണം. ഊരണ്ട, ഇവിടെ വെള്ളം വീഴുന്നതൊക്കെ ഊരാനൊന്നും പറ്റില്ല. ഇല്ല. അപ്പൊ ആദ്യത്തെ അത് ഇവിടെ ഒച്ചക്കണ്ട് എയർ പോണത് ഇവിടെ അല്ലടാ. ആദ്യത്തെ സംഭവം നമ്മുടെ ഫ്ലോപ്പായി. ഫുട്ബോളിന്റെ ഉള്ളിൽ കൂടി വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വന്നില്ല. അപ്പൊ നമ്മള് പൈപ്പിന്റെ ഉള്ളിൽ കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം തന്നെ പൈപ്പിന്റെ ഉള്ളിൽ കൂടി വെള്ളം ഒഴിച്ചു. സംഭവം അതിന്റെ ഉള്ളിൽ കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോ അവിടെ എയർ കിണറിന്റെ ഉള്ളിലൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇട്ടോക്ക് നീ. ഇല്ല അങ്ങനെ ചെയ്യാറുണ്ട്. പോകൂല. എയർ നിറഞ്ഞോണ്ടിരിക്കുക കണ്ട. എയർ പോണ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തായാലും കിണറിന്റെ ഉള്ളിൽ നിന്ന് മമ്മി ഉൾക്കണ്ടോടുകൂടി നോക്കിയിട്ടുണ്ട്. വെള്ളം കിണറിന്നറിയോ വെള്ളം പോയി. എന്നിട്ടാ ഓണാക്കി നോക്കിയേ. അടച്ചുടി. ഏതോ ഓണാക്കിയേ? വലിയ സ്വിച്ച് അല്ലേ? അപ്പൊ എനിക്ക് കൈ ചൊറിയണത്. അപ്പൊ ഇവരൊന്ന് ചെയ്തിട്ട് ഈ സാധനം ശരിയാവണല്ലോ കൈസ്. അപ്പൊ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണല്ലോ വീടിനല്ലേ. അമ്മ എന്നിട്ട് അവിടെ പോയി കുമ്പിട്ട് നോക്കിക്കണേ. കെൻറ്റി പോണതല്ല, ഇത് ഇറക്കി കെട്ടത്. ഫുട്ബോൾ പൊങ്ങിയാ കിടക്കണേ. നിങ്ങൾക്ക് ഇണാപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. പറയുമ്പോ മുതിർന്നവരാണ് പറയണേന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്ക്. അപ്പൊ മമ്മിക്ക് അത് ആദ്യം പറഞ്ഞൂടെ? അത് ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. എടാ ഇത് ഇങ്ങനെ പൊങ്ങിയല്ലേ നിന്നച്ച് ഇത്ര നേരം വെള്ളം അടിച്ചിട്ട് കേറാണ്ട്. ഫുഡ് വാൽവ് ഇറക്കി കെട്ട്. മനസ്സിലായ? സമാധാനത്തോട് അതാ ഞാൻ പറയണേ. അതാ പറയണേ. അപ്പൊ പറയണത് മതി. ഇനി ഇതഴിക്കണ്ട. അപ്പൊ മമ്മിയുടെ സ്വഭാവം ഇപ്പൊ നിങ്ങൾ കണ്ടോ? സ്വഭാവം കാണണ എങ്ങനെയാണ്? ഫുട്ബോൾ താഴ്ത്തി കെട്ടണമെന്നാണ് ഇപ്പൊ മമ്മി പറയുന്നത്. അപ്പൊ നമ്മൾ അതനുസരിച്ച് ചെയ്യാം. വിട്ടോ, അങ്ങനെ ഇട്. അത്ര ഇട്. അപ്പൊ നമ്മള് ഫുട്ബോൾ താഴ്ത്തി കിണറ്റില് വെള്ളം ഉണ്ട്. ഫുള്ള് പറ്റി പോയിട്ടൊന്നുമില്ല. ഇല്ല, വെള്ളം മുക്കാല്
ഇവനറിയില്ല അമ്മേ ഈ വിഷം ഉണ്ടല്ല ഈ വിഷം ഇപ്പൊ നമ്മള് ഫുട്ബോൾ പിന്നെ താഴ്ത്തി കെട്ടി അതിൽ കൂടി ഒന്നും കൂടി നോക്കി കഴിഞ്ഞാൽ അറിയാം സംഭവം ശരിയായി. രണ്ടാൾക്ക് വെള്ളമുണ്ട് ഇവിടെ ഈ സൈഡില്. വെള്ളം മമ്മി ഇപ്പൊ തന്നെ നോക്കിയോളൂ ഇറങ്ങി അതിന്റെ ഉള്ളിലേക്ക്. അതല്ല പാച്ചിരിക്കാൻ ഈ പൈപ്പ് ചെറിയ പൈപ്പ് ഓണാക്കി. എന്നിട്ട് ഇനി മോട്ടർ ഇവിടുന്ന് അടിക്കാൻ പറയുമ്പോ മോള് വലിയ സ്വിച്ചിന്റെ അടിച്ചോളൂ കൂട്ടാ. മറ്റേത് മോളിലേക്ക് പോണ വെള്ളമാണ്, അത് അടിച്ചിട്ട് കാര്യമില്ല. പ്രാന്തല്ല പറയണ പോലെ നിങ്ങ പിന്നെ കേക്കാണ്ട് 10 പ്രാവശ്യം കിണ പറഞ്ഞിട്ട് വല്ല എന്തായാലും നല്ല രസമായിരിക്കും. കാല് വേദന. യഥാർത്ഥ സ്വഭാവം നിങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ചോ. കിണറ്റിൽ വീഴാനുള്ള മുതലാണ് നിക്കണേ. മമ്മി എന്തിനാണ് അതിന്റെ ഉള്ളിൽ പോയി കുമ്പിട്ട് കിടക്കണേ? അങ്ങനെയല്ല നിങ്ങക്ക് എന്താ എന്നെ കളിയാക്കി? എയർ പോണ്ട്. ഫുട്ബോൾ മുകളിലായിരിക്കണം. ഇപ്പൊ നമ്മള് ചെയ്യുന്ന മണ്ടത്തര നീ പറഞ്ഞ പോലെ. ഒരു മിനിറ്റ് നമ്മൾ ഓഫ് ചെയ്തേ. അപ്പൊ കഴിച്ച് നമ്മള് ഇപ്പൊ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫുട്ബോൾ വർക്കൗട്ടിങ് ആണോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം എടുത്ത് ചെയ്ത് ഇതൊക്കെ ഞങ്ങൾ പല രീതിയിൽ ചെയ്ത് നോക്കേണ്ടത്. ഇതൊക്കെ ശരിയാവില്ല എന്നുള്ളതാണ്. അതിന്റെ ഉള്ളിൽ വെള്ളം വന്നെ. അതിന്റെ ഉള്ളിലല്ല വെള്ളം വലിയുണ്ടോന്ന് അറിയാം. ഓണായിക്കോ. ഓഫ് ചെയ്താ. അപ്പൊ സംഭവം വെള്ളം വലിയുണ്ട്. അപ്പൊ ഒന്നും കൂടി വെള്ളം അതിന്റെ ഉള്ളിൽ ലോഡ് ചെയ്യണം പൈപ്പിൽ. എന്നിട്ട് നമുക്ക് സാധനം കറക്റ്റ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡി ആവുന്നതാണ് നമ്മുടെ ഒരു ധാരണ. റോളക്സ് ബാക്കി കൂടി അവിടെ ഉണ്ട്. അമ്മേ ഞാൻ പറയാട്ടാ. ശരി പിന്നെ വിളിച്ച അമ്മേ ഓണാക്കിയേ. അമ്മിനെ കളിയാക്കണം. ഓ ഇതില് എയർ കൊമ്മളം നോക്കി. അപ്പുറത്ത് എന്റെ വെള്ളം. പക്ഷെ എന്തോ പ്രശ്നം ഉണ്ടോ വാൽവിന് എന്തോ പ്രശ്നം, വാഷറിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. വിട്ടോക്ക് ഇപ്പൊ തൽക്കാലം ഇതുകൊണ്ട് നടക്കട്ടെ. വെള്ളം തൽക്കാലത്തേക്ക് എങ്ങനെ മതിയാവുന്ന തോന്നുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് എന്താ മീനെ പറ്റി പറയാനുള്ള ഈ ഒരു അസുലഭ മുഹൂർത്തത്തെ കുറിച്ച്? അതല്ല ഇതിന്റെ രസം ഗൈസ്. അവിടെ ഒരു മോട്ടർ ഉണ്ട്. മോളിലേക്ക് ടാങ്കിലേക്ക് അടിക്കാൻ ഞങ്ങൾ വേറൊരു ഒരു വാട്ടർ ടാങ്കിന്റെ ഉള്ളിൽ മോട്ടർ വെച്ചിട്ടാണ് അതിൽ നിന്ന് അടിക്കുന്നത്. അതിലും ഇതുപോലെ എയർ കയറ്റി വെച്ചേക്കണത് ഈ സാധനം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഈ സാധനം തൊട്ട് ഇവിടുന്ന് മമ്മി നോക്കണ്ടത്. എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഒന്നുകൂടെ അടിക്കാമോ? ഇത് മതി. വെള്ളമല്ലേ പോണത്, പിന്നെ മാറ്റണേ. അപ്പൊ ഗൈസ് നമ്മള് സംഭവം ഇനി ഇടാൻ പോവാണ്. അപ്പൊ വെള്ളം വലിയുന്നുണ്ട് നന്നായിട്ട്. അപ്പൊ റെഡി ആയെന്ന് വിചാരിക്കാം. ഇനി ഇട്ട് കഴിഞ്ഞിട്ട് അടിച്ചു നോക്കിയിട്ട് വെള്ളം വേണ്ടി ഓക്കെയാണ്. അപ്പൊ നമുക്ക് സംഭവം സെറ്റപ്പായിട്ട് ഇടാം. ഇടണോ? അതിനകത്ത് ഇടണോ വെള്ളം? കിണറ്റ് വെള്ളം വെറുതല്ല ഇതിന് കിട്ടണേ. വെറുതല്ല കിട്ടണേ. അതല്ല, ആ ഫുട്ബോളിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടോ ഞാൻ ചോദിച്ചത്. മഴയത്ത് ചെടി നനച്ച കുട ചെടി നനച്ച് കിട്ടാനുള്ള ഭാര്യയാണ്. അപ്പൊ ഗൈസ് നമുക്ക് സാധനം ഒറ്റയിടലിടാം. ഒറ്റയിടാനാണ് ആഗ്രഹിക്കണേ. ഒറ്റയിടാമോ? എടാ മൈക്ക നോക്കിക്കോട്ടെ. അതന്നെ ഒറ്റയിടലിട്ട് മോന്ത പോയാലേ ഗൈസ് ഇപ്പൊ തന്നെ. അമ്മ അടിച്ചു നോക്കിയമ്മോ. ചുറ്റൊന്ന് അടിച്ചോക്കിട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് വെള്ളം വെള്ളം വന്നോടാ. അത് ആ ഡ്രമ്മിലേക്ക് കയറ്റിയെടുക്കും. വന്നില്ലേ? അല്ലടാ വെടക്കിന്റെ സക്സസ്ഫുൾ വെള്ളം റെഡി ആക്കിട്ട് റോയലാണ് റെഡി ആക്കിയത്. അതിന്റെ കൂടി വെള്ളം സംഭവം റെഡി. വെള്ളം കയറ്റിട്ടുള്ളൂ. വേറെ കുഴപ്പമില്ല. നല്ല തണവില്ലേ വെള്ളത്തിന്? ആറ പൊട്ടി തന്നെ വെള്ളമാണ്. വെള്ളം വരോ? എടാ ഡ്രമ്മിലേക്ക് ഇടുമോ? അമ്മ ഓഫ് ചെയ്താമോ? ഇല്ല ഡ്രമ്മിലേക്ക് ഡ്രമ്മിക്കിട്ടാമോ? അല്ല അടിച്ചമ്മോ. ഇനി വരോന്ന് അറിയണം. ഇനി അടുത്ത മോട്ടർ ഇതുപോലെ തന്നെ കേടായിട്ടിരിക്കണം. അത് റെഡി ആക്കണം. 2 മോട്ടർ. അപ്പൊ ഗൈസ് നമ്മള് സംഭവം റെഡി ആക്കിയതിന് ശേഷം ഈ മമ്മി റോളക്സിനൊക്കെ എടുത്ത് ഇനി അടുത്തത് അവിടെ തന്നെ ഒരു മോട്ടർ ഉണ്ട് അതിന്റെ അപ്പുറത്ത്. അത് റെഡിയാക്കാൻ പോകണം. മോളിലേക്ക് വെള്ളം കയറണം. കാണാൻ പറ്റണില്ല. അവിടെയാണ് സംഭവം. പോലമീ. അപ്പൊ ഗൈസ് നമുക്കിത് ഒരു സിനിമ നടി വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയില്. മഞ്ഞുമ്മൽ ബോയ്സിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞ, പക്ഷെ പോവാൻ പറ്റിയില്ല. മഞ്ഞായോണ്ട് പോയില്ലേ?
എന്തെങ്കിലും പറഞ്ഞിട്ട് നീ നോക്കണി. നാളെ ആക്ടിങ് ആണ്. വാ തുറന്ന കണ്ടവരുള്ളൂ. എന്നിട്ട് അവിടെ നിക്കണം. അപ്പൊ നമുക്ക് അടുത്ത മോട്ടർ ശരിയാക്കാൻ പോകലടാ. കമോൺ. അപ്പൊ പിന്നെ ഏതാ എവിടെ അപ്പൊ ഗൈസ് സംഭവം അയ്യോ വെള്ളം പോയി ഊരിട്ട് വേണം ഇതിനകത്ത് വെള്ളം അറിയാം. പക്ഷെ വെള്ളം അമർത്തി പിടിക്കുക ഒരു കൈ കൊണ്ട്. നീ ഒരു കൈ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് ഒരു കയ്യില് പൈപ്പില്ലാത്ത വെള്ളം ഒഴിച്ചാൽ തീരുവല്ല. പറ്റില്ലേ? അപ്പൊ നമ്മന്ന് ഊരിയത് എവിടെടാ? ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുള്ളൂ. അത് ഊരിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓ മോനെ അവിടെ ഊരഞ്ഞത് ഭാഗ്യം. അപ്പൊ ഗൈസ് നമ്മളിത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാട്ടോ. ഗൈസ് ഇവൻ ഇവിടെ നിന്ന് ഊരാനാ പറഞ്ഞേ പോയ. ഇവൻ ഇതുമേന്ന് ഉയർന്നെങ്കിൽ ഈ വെള്ളം മൊത്തം ടാങ്കിലുള്ള പുറത്തേക്ക് പോയാനെ. മണ്ടത്തരം കാണിച്ചതാണ്. എന്നിട്ട് നീയല്ല ഊരാൻ പോയാ. എന്നിട്ട് ദുരൂത പറഞ്ഞിട്ട് ഇനി മമ്മിയുടെ മേത്ത് കൊണ്ടേ വെക്കുക. അതാണ് പാവം മമ്മീനെ കാണിച്ചു വെക്കണേ. നിക്കണോ ഈ പാവം. ഇതാണ് ശരിക്കും ഊരണ്ട. അത് കഴിഞ്ഞ പ്രാവശ്യം ഊരിയത് ഇവനാണേ. അപ്പൊ ഞാൻ വിചാരിച്ചതായിരിക്കും നേരിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവൻ ഊരി അവിടെ ചെന്ന് ഊരാൻ പോണു. സംഭവം ഇനി ഊരി അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ റെഡി. പോനുണ്ടോടാ? അത് ഒട്ടിക്കാൻ പശയില്ല. പശ ഒട്ടിക്കണ്ട. ഞങ്ങൾ അന്ന് ഒട്ടിച്ചില് തള്ളി പോരത്. തുപ്പലാ ഇത് തന്നെയാണ് നിന്നെ പറയാ. തുപ്പലൊന്നും വെച്ചൊട്ടിച്ചില്ല. തുപ്പല എങ്ങനെയാണ് വെച്ചൊട്ടിക്ക? നീയല്ല പറഞ്ഞ ഊരാന്ന്. മര്യാദക്ക് ഞാൻ ഊരാന്ന് പറഞ്ഞത്. അപ്പൊ അവൻ മറ്റേ ജിമ്മിൽ പോയിട്ട് മസിൽ കയറി നിൽക്കുന്നവന്. അപ്പൊ ഊരാണ്ട് ഒരു നിവൃത്തി. പൈപ്പ് ഊരി പോരല്ലേട്ടോ. അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞു മോനെ. പിന്നെ കുളിക്കണ്ട ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ച. പിന്നെ അത് ആള് ഇവിടെയൊന്നും ഇല്ല. ആള് എവിടെയാണ്? ആള് തൃശ്ശൂരാണ് ഇതിന്റെ ആള്. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കറ. ഒരു സൈഡിൽ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ആവത്. അത് അങ്ങനെ തിരിച്ചിട്ട് വലിക്ക് പയ്യെ പയ്യെ. ആ കണ്ട ബോധമില്ലൊരു ഉണ്ടയില്ല. പിടിച്ചേ പിടിച്ചേ. എടാ വെള്ളം വന്നോണ്ടിരിക്കും. ടാങ്കിൽ വെള്ളം വന്നോണ്ടിരിക്കുന്നത്. ചിറ്റനോട് അടിക്കാൻ പറഞ്ഞേ. ആ ടാങ്കില് വെള്ളമില്ലാത്തോണ്ടായിരിക്കും ഞാൻ നോക്ക് പറ്റി കിടക്കായിരുന്നത്. ആ വെള്ളമില്ലാഞ്ഞിട്ടായിരിക്കും. ഞാൻ ഒരു കുത്തി ഞാൻ നന്നിട്ടില്ല. വെള്ളം അതില് ഈ ടാങ്കില് വെള്ളം ഇല്ലാത്തോണ്ട കൈസ് ഇതിനകത്ത് ഇപ്പൊ അതിനകത്ത് നിറച്ചു. എന്റെ പൊന്ന് തള്ളേ. ഇതിട്ടേക്ക് 10ന്റെ പൈസ ഓഫായിന്ന്. എനിക്കറിയോ ഞാൻ മൈക്കാമേലൊക്കെ വെള്ളാക്കി ഉണ്ട്. നോക്കിയേ നല്ല രസമായിണ്ട്. ഇവിടെ കണ്ട് സുന്ദരികള് വേടന്മാര് വന്ന് കണ്ട്. വേടന്മാര് ക്ലിയർ ആവണല്ലോ. ആരത്? അത് സുന്ദരികളുടെ സുന്ദരിയായ സെർബർ. ആ സാധനം അടിച്ച് വെറുതെ അടിച്ചാ മതി. ഒരു ബോധമില്ല. അല്ല എനിക്ക് അറിയില്ല മോനെ. ഇനി വെയർ വലിഞ്ഞിട്ടുണ്ടോന്നുള്ളത് അറിയില്ലല്ലോ. ഇങ്ങട് ഇത് ചെയ്തതല്ലേ. ഞാനുള്ളോണ്ട് ഇവരിങ്ങനെ പോണേ. അപ്പൊ തിരിച്ചു കയറ്റി കഴിച്ചു. മോളിലേക്കുള്ള മോട്ടർ അടിച്ചോ? മതി ടൈറ്റ് ആയത്. പുഷ്പം പോലെ റെഡി ആയി കഴിച്ചേ. ആ മോളിലെ ടാങ്കിലേക്കാണ് ഇനി വെള്ളം നിറയ്ക്കണ്ടേ. അപ്പൊ ഇതില് മോട്ടർ ഇതിന്ന് വെള്ളം എടുക്കുക. അങ്ങോട്ട് കയറ്റാം. അതിന്ന് ഇതിലേക്ക് അടിച്ചിടാം. അതാണ് പരിപാടി. മോട്ടോർ ഓപ്പറേറ്റർ നല്ല ഓപ്പറേറ്ററാ. ഈ മോട്ടർ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മോട്ടർ അടിക്കും. ആ മോട്ടർ അടിക്കാൻ പറഞ്ഞാൽ ഈ മോട്ടർ അടിക്കും. അതിനപ്പുറത്ത് അതിന് വലിയ സാധനം മോട്ടർ എന്ന് പറഞ്ഞപ്പോ മിനി മോട്ടർ വാങ്ങാൻ പോണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞില്ലടാ. ഇത് ഇത്ര ഉണ്ടായുള്ളൂ. നമ്മള് മോട്ടർ ശരിയാക്കണ ഒരു വീഡിയോ ആയിരുന്നു. പണ്ടാറ് പേടിച്ചോയില്ല. മമ്മി അല്ലേ മക്കളെ? ഈ ആഴ്ചത്തെ നെയിൽ ആർട്ട് കണ്ടാവുന്നില്ല. എങ്ങനെയുണ്ട്? അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കേ.